ട്രംപ് യു എസിൽ പ്രസിഡൻ്റായിട്ട് വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് ലോകത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് ഫെയ്ഡ് ഔട്ടായി. കാരണം ട്രംപ് വന്ന ഉടനെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു താരിഫ് കൊണ്ടുവന്നു. ഈ താരിഫ് കൊണ്ടുവന്നപ്പം തൊട്ട് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. കൂട്ടത്തിൽ ചില യുദ്ധങ്ങൾ, ഇപ്പോൾ യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധങ്ങൾ വളരെ മുമ്പേ നടന്നു. ട്രംപ് വന്ന് പല കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പല യുദ്ധങ്ങളും നിർത്തി എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി നിർത്തിയതിനേക്കാളും കൂടുതൽ യുദ്ധങ്ങൾ തുടങ്ങുകയും ചെയ്തു. അവസാനം ഇപ്പോൾ വന്നിട്ട് ഇറാനും യു എസുമായിട്ട് നേരിട്ടുള്ള ഫൈറ്റ്, ഇസ്രായേൽ കുറേ നാളുകളായിട്ട് പലരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലോബൽ ലെവലിൽ ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ക്രൂഡ് ഓയിൽ പ്രൈസുകളൊക്കെ മുകളിലേക്ക് പോയി. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഗ്യാസ് കിട്ടാനില്ല, ക്രൂഡ് ഓയിൽ കിട്ടാനില്ല. ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിഞ്ഞ് ഇപ്പം ഏതാണ്ട് 95-നടുത്തേക്ക് എത്തി ഡോളറുമായിട്ടുള്ളൊരു വിനിമയ നിരക്ക്. പല എമർജിങ് മാർക്കറ്റുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകളാണെങ്കിലും കഴിഞ്ഞ 1.5 വർഷമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ക്രൈസിസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ലോകത്ത് പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു 2010 ശേഷം എത്ര പെട്ടെന്നാണ് നമ്മളൊരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് മാറിയത്. വളരെ കൂടുതൽ കാര്യങ്ങളും ആളുകൾ ഓൺലൈനായിട്ട് ചെയ്യുന്നു. അതിന് പറ്റിയ രീതിയിൽ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമീപകാലത്ത് അതിനും അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ള ന്യൂസുകളാണ് വരുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എക്കണോമിയിൽ. ചില കമ്പനികൾക്ക് റെലവൻസ് ഇല്ലാതെയാകും, ചില ബിസിനസ്സുകൾ ഔട്ട്ഡേറ്റഡ് ആകും. ഇതിനോടൊപ്പം തന്നെ AI വരുന്നതോടുകൂടി ധാരാളം പേർക്ക് ജോലികളും നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അത് എക്കണോമിക് ക്രൈസിസിന് ഒരു പരിധിവരെ അത് കുറച്ചുകൂടെ ഫ്യൂവൽ ചെയ്യും ആ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് എൻവയറമെൻറ്റിൽ നിക്ഷേപങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഇതുപോലെ ക്രൈസിസ് ഉള്ളപ്പോഴാണ്. ക്രൈസിസ് ഉള്ള സമയത്താണ് ശരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും ഈ ക്രൈസിസ് അങ്ങനെ ലൈഫ് ലോങ് നീണ്ടു നിൽക്കുമെന്നോ അല്ലെങ്കിൽ 10, 20, 30 വർഷത്തേക്ക് പോകുമെന്നോ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. ഈ ഏത് ക്രൈസിസും 1-2 വർഷം കൊണ്ട് അത് കംപ്ലീറ്റായി അൺഫോൾഡ് ചെയ്തിട്ട് പിന്നീട് വളരെ ഒരു നല്ല സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സിറ്റുവേഷൻ അധികം വൈകാതെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, ഈ ഇറാൻ US വാർ ഇല്ലാത്ത ഒരു സിറ്റുവേഷനും, അതുപോലെ തന്നെ അന്നേരവും ഈ എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ട്. ഗ്ലോബലി ഡെവലപ്പ് മാർക്കറ്റുകളിലെല്ലാം കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രോത്ത് റേറ്റ് സ്റ്റാഗ്നേറ്റ് ചെയ്തേക്കുക. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റാണ് ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. 6%, 7% അല്ലെ മാക്സിമം 8% എന്നൊക്കെ പറയുന്നത് ഇന്ന്, അതായത് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളതിൽ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റുകളാണ്. കോവിഡിന് ശേഷം സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ഡെവലപ്പ് മാർക്കറ്റുകൾക്കും ആ സമയത്ത് വന്ന സ്റ്റിമുലസ് പാക്കേജിൽ നിന്നും അതിൻ്റെ ഇഷ്യൂസും ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഇഷ്യൂസിൽ നിന്നൊന്നും പുറത്തു വരാൻ പറ്റിയിട്ടില്ല. അമേരിക്കയിലാണെങ്കിൽ തന്നെ ബോണ്ട് ഈൽഡുകളൊക്കെ ഹൈ ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ ആ രീതിയിലൊരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ അതിനെ തിരിച്ചാക്രമിച്ചത് മറ്റ് രാജ്യങ്ങളിലേക്കാണ്. UAE, ഖത്തർ, കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക്, സൗദി അറേബ്യ. അപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡ് റിലേഷൻ മാത്രമല്ല, വളരെയേറെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. റെമിറ്റൻസ്, വലിയ തോതിലുള്ള റെമിറ്റൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബാങ്ക് ഡെപ്പോസിറ്റുകളും പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എല്ലാം ഫ്യൂവൽ ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് അയക്കുന്ന പണം വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പണത്തിന് അത് കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള റെമിറ്റൻസ് വരുന്ന ഒരു ഏരിയയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ആ റെമിറ്റൻസിലൊരു കുറവ് വന്നു. രണ്ടാമത്, ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റുകളെ അത് ബാധിക്കും. നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് മാക്സിമം ക്രൂഡ് ഓയിലിൻ്റെ വില $70-75 ബാരൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഇപ്പോൾ $100-110 അത് മാറിയപ്പോൾ വലിയ തോതിലുള്ള ഒരു ഷോർട്ടേജ് ഇന്ത്യയിലുണ്ടാകും, ഡെഫിസിറ്റ് ഉണ്ടാകും. ആ ഒരു ഡെഫിസിറ്റ് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കറൻസി വീക്കാകുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലും പലതരത്തിൽ ആ ക്രൈസിസ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും സമീപകാലത്തുണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഗ്യാസിൻ്റെയും അതുപോലെ തന്നെ പെട്രോളിയം റിലേറ്റഡ് പ്രൊഡക്ട്സുകളുടെയും ഷോർട്ടേജ്, വില മാത്രമല്ല ഷോർട്ടേജും ഉണ്ട്. അപ്പോൾ ഷോർട്ടേജ് കൊണ്ടുള്ള പ്രോബ്ലം പല ഇൻഡസ്ട്രികൾക്കും അതിൻ്റെ റോ മെറ്റീരിയൽസും അതിൻ്റെ കോസ്റ്റും എല്ലാം മാറിപ്പോയി. പലർക്കും ഇതിൻ്റെ ലഭ്യതയില്ലാത്തതുകൊണ്ട് പ്ലാന്റുകൾ നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെപ്പം മാറുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഇറാൻ US ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റിന് ഒരു എൻഡ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ഹോർമൂസ് കടലിലൂടെ ഫ്രീ ആയിട്ടുള്ള ഒരു പാസേജൊക്കെ വരികയാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ ഓയിൽ പ്രൈസസ് ഒന്ന് കൂൾ ഡൗൺ ചെയ്താൽ ഒരു പരിധിവരെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇന്നിരുന്നാൽ പോലും ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പം ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ വരുന്നത് കൊണ്ടും അല്ലാതെയും പൊതുവേ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ വളരെ സ്ലോ ഡൗൺ ചെയ്തേക്കുക. അപ്പോൾ വലിയ തോതിൽ ആളുകൾ പാസ് ഔട്ടായി വരുന്നു. അവർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നില്ല.
ഇൻകം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും റൂറൽ എക്കണോമിയിലുള്ള ഒരു ഡിസ്ട്രസ്സുമാണ് ഇന്ത്യക്ക് വേറൊരു പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ ആളുകളും ഒക്കെ വളരെയേറെ ഡിഫറൻ്റായിട്ട് മാറി ചിന്തിച്ച് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും, നല്ല കമ്പനികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാണിത്. പിന്നെ മറ്റ് ചില അസറ്റ് ക്ലാസ്സുകൾ, ഇപ്പോൾ ഗോൾഡ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു അസറ്റാണ്. അതിപ്പോൾ വളരെയേറെ കയറിയിട്ട് കുറച്ച് താന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗോൾഡിൽ അടുത്ത വർഷങ്ങളിൽ ചിലപ്പോൾ അധികം റിട്ടേൺ ഉണ്ടാകത്തില്ലായിരിക്കും. എന്നാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റിയൊരു അസറ്റ് തന്നെയാണ് ഗോൾഡ്. റിയൽ എസ്റ്റേറ്റും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ചേഞ്ച്, പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ കുറച്ചുകൂടെ സ്മൂത്താക്കാനും സ്റ്റാമ്പ് ഡ്യൂട്ടി മറ്റൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് വേണം അത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആളുകൾക്ക് ഒരു കൺവീനിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്റ്റുകൾ, എല്ലാവർക്കും അറിയാവുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. പക്ഷേ അതല്ലാതെ ധാരാളം പ്രൊഡക്റ്റുകൾ NCDs ഉണ്ട്, ഗവൺമെൻറ് ബോണ്ടുകളുണ്ട്, അതിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാം, മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപിക്കാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഫണ്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നിക്ഷേപം നടത്തി, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ AI ഒരു കാര്യത്തിലെന്ന് പറഞ്ഞാൽ AI യൂസ് ചെയ്തുകൊണ്ട് കമ്പനികൾക്കും മറ്റുമൊക്കെ അവരുടെ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാനും പറ്റും എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ. അതിൻ്റെ വേറൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ AI സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസല്ല, AI എന്ന് പറയുന്ന ആ ഒരു എൻ്റയർ ഇക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന, അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്, പവർ സപ്പോർട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, ചിപ്പുകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ള ഒരു കേപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് വരുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കാം മാർക്കറ്റ് പ്ലേസിൽ. ഒന്ന്, അത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾക്ക് വലിയ മാർക്കറ്റ് ഷെയർ ഗെയിൻ ഉണ്ടാകുകയും അവർക്ക് വലിയ റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലും കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നോക്കിയാൽ തന്നെ NVIDIA പോലെയുള്ള കമ്പനികളാണ് വലിയ തോതിലുള്ള ഗെയിൻസ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മാർക്കറ്റിൻ്റെ ഒരു 60%ഉം AI റിലേറ്റഡ് മാർക്കറ്റ് ക്യാപ്പായിട്ട് മാറി. ബാക്കിയുള്ള സ്റ്റോക്കുകൾക്കൊക്കെ ഉള്ള ഡോമിനൻസും പ്രസൻസും ഒക്കെ കുറഞ്ഞു. AI പിന്നെ എനർജി റിലേറ്റഡ്, ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസിന് വില കൂടുന്ന US നല്ലതായതുകൊണ്ട് എനർജി സ്റ്റോക്കുകളും അവിടെ നന്നായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അത് രണ്ടും ഒഴിവാക്കിയാൽ മറ്റ് സാധാരണ ടെക് കമ്പനികൾ, അതുപോലെ തന്നെ മറ്റ് യൂട്ടിലിറ്റി കമ്പനികൾ, അതിൻ്റെ ഓട്ടോമൊബൈൽ കമ്പനികൾ അടക്കമുള്ളവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ AI എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുമെന്ന് എനിക്ക് 100% പറയാനായിട്ട് ഇപ്പോൾ അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും അതിനൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അത് യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചും, മറ്റൊന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും. പിന്നെ ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ ആംഗിളിൽ എനിക്ക് തോന്നുന്നത് റീസ്കില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. ആളുകൾ റീസ്കില്ല് ചെയ്യുക. എല്ലാ കാലത്തും പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കും. ടെക്നോളജി ഒന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ റീസ്കില്ല് ചെയ്ത് നമ്മുടെ ആ എൻവയറമെൻറ്റിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് പഠിച്ചെടുത്ത് നമ്മൾ അതിൽ കൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലാ കാലത്തും എന്താ പറയുക, ഇപ്പോൾ IT വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ട ഒരു കാര്യം, പുതിയ ടെക്നോളജി പഠിക്കാനും ഒക്കെ ഇന്ത്യക്കാർക്ക് പ്രത്യേക മികവുണ്ട്. ഇന്ത്യക്കാർ ലോകത്ത് ആ ഒരു കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏത് രാജ്യത്ത് ചെന്നാലും, ഡെവലപ്പ് കൺട്രീസിൽ ചെന്നാലും അവിടുത്തെ കീ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ടെക്നോളജി റിലേറ്റഡ് ആക്ടിവിറ്റീസും എല്ലാം തന്നെ ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു AI സിറ്റുവേഷനിലും അടുത്ത തലമുറ പെട്ടെന്ന് അത് AI പഠിച്ച് അതിനനുസരിച്ചുള്ള ജോബുകളിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്.